നമുക്കറിയാം ഏതൊരു കാര്യത്തിനും നമുക്ക് പ്രപഞ്ചത്തിൽ ഒരു കാരണത്തെ കാണാൻ സാധിക്കും. ആ കാരണങ്ങളുടെ ശൃംഖല മുന്നോട്ട് പോകുമ്പോഴാണ് അതായത് പിന്നോട്ട് പോയി ആണ് ഒരു പരിധി എത്തുമ്പോൾ അവിടെ കാരണങ്ങളില്ലാതെ സൃഷ്ടിക്കേണ്ടുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇത് വിശദീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തുന്നത്. അഥവാ ഇത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഒരു ക്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു വ്യക്തിയോട് ഞാനൊരു 50 രൂപ തരുമോ എന്ന് ചോദിക്കാം. അപ്പൊ അയാൾ പറയാണ്, നിങ്ങൾക്ക് 50 രൂപ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തൊട്ടു പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കണം. അയാൾ പെർമിഷൻ ചോദിച്ചു. ആ പെർമിഷൻ ചോദിച്ച ആള് അയാളുടെ പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കാൻ. അയാൾ പറയാണ്, നിങ്ങൾക്ക് പെർമിഷൻ തരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആളോട് പെർമിഷൻ ചോദിക്കണം. ഇങ്ങനെ ഈ പെർമിഷൻ ചോദിക്കൽ അനന്തമായി ബാക്കോട്ട് പോയാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, എപ്പോഴെങ്കിലും ഈ 50 രൂപ എനിക്ക് കിട്ടുമോ? കാരണം ഇത് അനന്തമായി ഇങ്ങനെ പോവുകയാണ്. ആരും വേറെ ഒരു പെർമിഷൻ ചോദിക്കാനില്ലാതെ പെർമിഷൻ കൊടുക്കാൻ ഒരാളും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ അനന്തമായി പോവുകയാണ്. ഒരിക്കലും ആ 50 രൂപ എനിക്ക് കിട്ടില്ല. ഇവിടെ നമുക്കറിയാം, എനിക്ക് ആ 50 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വേറൊരാളോട്, പിന്നിലുള്ള ഒരാളോട് പെർമിഷൻ ചോദിക്കാതെ 50 രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അവസാനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ 50 രൂപ എനിക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഈ കാണുന്ന പ്രപഞ്ചവും ഈ സൃഷ്ടിപ്പുമെല്ലാം യാഥാർത്ഥ്യമാണ്. സൃഷ്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ സൃഷ്ടിപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനു പിന്നിലും പ്രപഞ്ചത്തിൽ കാര്യകാരണങ്ങളുണ്ട്, കാര്യകാരണ ശൃംഖലകളുണ്ട്. അത് കാര്യകാരണ ശൃംഖല ഇങ്ങനെ അനന്തമായി നീണ്ടുപോയാൽ കാരണങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു അസ്തിത്വത്തിൽ അത് അവസാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സാധ്യമാവുകയില്ല. അതിങ്ങനെ അനന്തമായി പോവുകയുള്ളൂ. ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയും. അത് അനന്തമായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ നമുക്കറിയാം, അത് അനന്തമായിട്ട് പോയിട്ടില്ല. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നതുകൊണ്ട് കാരണങ്ങളില്ലാതെ ഇതിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടാവ് അവിടെ ഉണ്ടായേ തീരൂ.